കർത്താവിൽ പ്രിയരെ, 91 സങ്കീർത്തനം ഒരു പ്രാർത്ഥന മാത്രമല്ല, ദൈവവുമായുള്ള അടുത്ത ബന്ധത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സുരക്ഷിതത്വത്തിൻ്റെ വലിയൊരു പ്രഖ്യാപനം കൂടിയാണ്, അല്ലെങ്കിൽ ഉറപ്പുകൂടിയാണ്. നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ ലോകത്തിലെ ഒരു ഭയത്തിനും നമ്മെ കീഴ്പ്പെടുത്താനാവില്ല എന്നതിൻ്റെ ഉറപ്പ്. അമ്മ പക്ഷി കുഞ്ഞുങ്ങളെ കാക്കുന്നത് പോലെ ദൈവം നമ്മെ കാത്തു സൂക്ഷിക്കും എന്നതിൻ്റെ ഉറപ്പ്. ജീവിതത്തിലെ അപ്രതീക്ഷിത പ്രതിസന്ധികളിലും ആന്തരിക സമാധാനം നിലനിർത്താൻ ദൈവത്തിലുള്ള വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ദൈവം തൻ്റെ ദൂതന്മാരോട് നമ്മെ വഴിയിലുടനീളം കാത്തു സൂക്ഷിക്കുവാൻ ഇവിടെ കൽപ്പിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിച്ചല്ലെന്നും സ്വർഗീയമായ ഒരു കാവൽ നമുക്കുണ്ടെന്നും ഇത് വ്യക്തമാക്കി തരുന്നു. അതുപോലെ സിംഹത്തെയും അണലിയെയും നാം ചവിട്ടും എന്ന വചനം തിന്മയുടെയും പ്രതിസന്ധികളുടെയും മേൽ വിശ്വാസിക്ക് ലഭിക്കുന്ന ആത്മീയ അധികാരത്തെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ചുരുക്കത്തിൽ, ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ നാമത്തെ അറിയുകയും ചെയ്യുന്നവർക്ക് ദൈവം രക്ഷയും ആയുസ്സും നൽകുമെന്ന് ഈ സങ്കീർത്തനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, തലകളെ വണങ്ങാം. സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ മറവിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ സംരക്ഷണത്തിനായി ഞാൻ നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 91 വാഗ്ദാനം ചെയ്തതുപോലെ അങ്ങയുടെ ചിറകിൻ കീഴിൽ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അവരുടെ കുടുംബത്തിനും അഭയം നൽകണമേ. ഭയപ്പെടുത്തുന്ന അസ്ത്രങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും കാത്തു സംരക്ഷിക്കണമേ. അങ്ങയുടെ ദൂതന്മാരോട് കൽപ്പിച്ച് ഞങ്ങളുടെ വഴികളിലൊക്കെയും ഞങ്ങളെ താങ്ങണമേ. അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങളുടെ വിളി കേട്ട് ഉത്തരമരുളുകയും ചെയ്യണമേ. അങ്ങയുടെ സമാധാനവും സംരക്ഷണവും എന്നും ഞങ്ങളോടുകൂടെ ഇരിക്കണമേ. പ്രാർത്ഥന കേട്ട വലിയ കൃപയ്ക്കായി നന്ദി. ആമേൻ.